ആധാർ ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായി 7ാം ക്ലാസ് വിദ്യാർത്ഥി. ആലപ്പുഴ ചമ്പക്കുളം സ്വദേശികളായ ശ്യാം ജ്യോതി ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ ഒരാളായ സിദ്ധാർത്ഥാണ് ആധാർ കിട്ടാതെ വലയുന്നത്. ആധാറിനായി കുടുംബം പല വാതിൽ മുട്ടിയ ശേഷം കഴിഞ്ഞ ദിവസമാണ് സാരഥിയുടെ ആധാറിന്റെ ലിങ്ക് ലഭിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ ആധാർ ലിങ്ക് താൽക്കാലികമായി നീക്കം ചെയ്തതായാണ് അധികൃതർ പറയുന്നത്. ബയോമെട്രിക് കഴിഞ്ഞ് 2 വർഷമായിട്ടും സാരഥിയുടെയും സിദ്ധാർത്ഥിന്റെയും ആധാർ ലഭിച്ചിരുന്നില്ല. ആധാർ ലഭിക്കാനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. ഇരുവരുടെയും ആധാർ ലിങ്കല്ലെന്നാണ് കാണിക്കുന്നത്. തലവടി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഇവർക്ക് തുടർ പഠനത്തിന് ആധാർ ആവശ്യമായി വന്നിരിക്കുകയാണിപ്പോൾ. സാരഥിയുടെ ആധാറിന്റെ ലിങ്ക് കഴിഞ്ഞ ദിവസം മുതൽ ലഭിച്ചെങ്കിലും സിദ്ധാർത്ഥിന്റെ ആധാർ ലിങ്ക് ലഭിക്കുന്നില്ല. ഇത് പുതുക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. പുതുക്കാൻ വേണ്ടി കൊടുത്തത് 2 പേരുടെ ഒരു ദിവസം കൊടുത്തായിരുന്നു. കൊടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് വരുന്നില്ല. അപ്പം ഇത് വരാത്തതുകൊണ്ട് ചേട്ടൻ പറഞ്ഞായിരുന്നു എനിക്ക് 1947 വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കിന് റെഡി ആയി കിടക്കുന്നു എന്ന് പറഞ്ഞു. അക്ഷയ സെന്ററിൽ ചെന്നപ്പോഴത്തേക്കിന് അവിടെ 2 പേരുടെയും ക്യാൻസൽ ആയി റിജക്റ്റ് ആയി കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യുമ്പോഴത്തേക്കിന് ഒരാളുടെ അച്ഛൻ്റെ ഒരാളുടെ അമ്മയുടെയും വെച്ച് വേണം ഈ ആധാർ ട്വിൻസ് ആയതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വെച്ച് സാരഥിയുടെ റെഡിയായി, ബയോമെട്രിക്കൽ കൊടുത്ത് റെഡിയായി. പക്ഷെ സിദ്ധാർത്ഥിന്റെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ നോക്കിയപ്പോൾ സസ്പെൻഡഡിനാണ് കാണിക്കുന്നത്. 2 കൊല്ലമായിട്ട് ഞാൻ ഈ ആധാറിന്റെ പുറകിന് നടക്കുകയാണ്. ഇതുവരെയായിട്ട് റെഡിയാവുന്നത്. സ്കൂളിലെ കാര്യങ്ങൾക്കും മറ്റും കൊടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. സ്കൂളിൽ നിന്നും സിദ്ധാർത്ഥിന്റെയും സാരഥിയുടെയും ആധാറിന്റെ കോപ്പി അധ്യാപകർ ആവശ്യപ്പെട്ടിരുന്നു. ലിങ്കില്ലാത്തതിനാൽ ആധാറിന്റെ കോപ്പി സ്കൂളിന് നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആധാർ ഇല്ലാത്തതിനാൽ സ്കൂളിലെ ആവശ്യങ്ങൾ മുടങ്ങുകയും പഠനം പ്രതിസന്ധിയിലാകുകയും ചെയ്തു. അധികൃതർ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ സ്കൂൾ പഠനം പോലും നിലയ്ക്കുന്ന അവസ്ഥയാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.